അപ്പോൾ ഫ്രണ്ട്സ്, ഈ ആഴ്ചയിലെ സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്റ്റോക്ക് എങ്ങനെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യണമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഈ ആഴ്ചത്തേക്ക് നമുക്ക് എങ്ങനെയാണ് അടുത്ത ആഴ്ചകളുടെ സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് കണ്ടുപിടിക്കുന്നതെന്നുള്ള ഞാൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ കണ്ടുപിടിക്കുന്ന അതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുവാണ്. എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് നമ്മൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ഒരു അക്യുമുലേഷൻ ഏരിയയിൽ നിന്ന് ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആയോ എന്ന് തരുന്ന ഏറ്റവും നല്ല കോർപ്പറേറ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ അത്രയധികം വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. കാരണം ഞാനിത് മറ്റൊരു ട്രേഡറുടെ അടുത്ത് നിന്ന് പഠിച്ചാണ്. ഇത് എൻ്റെ കണ്ടൻ്റ് അല്ല, മറ്റൊരു ട്രേഡർ എന്നെ പഠിപ്പിച്ചതാണ്. അതാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കുറേ നാട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു കഴിഞ്ഞു. അടുത്ത ഭാഗം, അതായത് അടുത്ത യൂണീക്ക് ആയിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിച്ചേക്കാം. ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള കണ്ടൻറ്റുകൾ, നിങ്ങളെ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മുടെ ചാനലിൽ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ലോസ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ലോസ് ഉണ്ടാവും, ലോസ് ഈസ് എ പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷേ ഞാൻ പറയുന്നത് മാക്സിമം നമ്മൾ ലോസ് കുറയ്ക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. ലോസ് എനിക്കും സംഭവിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിക്കും. പക്ഷേ ആ ലോസ് എങ്ങനെ നമ്മൾ അത് മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത ട്രേഡിൽ നമുക്കത് എങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ ലോങ് ടൈം സക്സസ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ട്രേഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 ട്രേഡിലുള്ള ലോസ് ആൻഡ് പ്രോഫിറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങൾ 10 ട്രേഡ് എടുത്തിട്ട് 5 നിങ്ങൾ ലോസായി 5 പ്രോഫിറ്റ്, അങ്ങനെയല്ല. നമ്മളൊരു 100 ട്രേഡ് വെച്ചാൽ നമ്മുടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു 100 ട്രേഡാണ് കേട്ടോ. അതിലുള്ള നിങ്ങളൊരു 40 ട്രേഡ് 45 ട്രേഡോളം നിങ്ങൾ എന്ത് വിജയിച്ചാൽ മതി. നിങ്ങൾ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്ത് വിജയിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല പ്രോഫിറ്റിലാവും. ഞാൻ 100% എഴുതി വെച്ച് തരാം, നല്ല പ്രോഫിറ്റിലാവും. അപ്പോൾ ഒട്ടും സമയങ്ങളാണ്, നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റോക്ക് എഡ്ജ് പ്ലാറ്റ്ഫോമാണ് ഈ ആഴ്ച എടുത്തിരിക്കുന്നത്. ഇത് ഹൈലി നമ്മളൊരു പെയ്ഡ് കണ്ടന്റ് ഒന്നും അല്ല കേട്ടോ. അതായത് സ്റ്റോക്ക് എഡ്ജുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. ഞാൻ സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾ കരുതും എനിക്ക് എന്തെങ്കിലും പ്രൊമോഷനാണ്. ഒരു കാരണവശാലും എനിക്ക് ഒരു 5 പൈസ തരുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ അനലൈസ് ക്ലിക്ക് ചെയ്യുക, സ്കാനിൽ വരിക. സ്കാനിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്യാൻ പോവാണ്. വോളിയം ആൻഡ് ഡെലിവറി സ്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വോളിയം ആൻഡ് ഡെലിവറി സ്കാനിൽ ഹൈ ഡെലിവറി പെർസെൻ്റുള്ള സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്യാൻ പോകാം കേട്ടോ. ഇതിൽ മേജർ സ്റ്റോക്സ് ഇവിടെ ഇത് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഫിൽട്ടറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഫിൽട്ടറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ക്യാറ്റ്. അതിന് മുമ്പ് എനിക്കൊന്ന് ലോഗിൻ ചെയ്യണം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തോട്ടെ. കാരണം ഇതിൻ്റെ പെയ്ഡ് വെർഷനാണിത്. അതുകൊണ്ട് തന്നെ ഇത് ലോഗിൻ ചെയ്താലേ എനിക്കിത് കിട്ടത്തുള്ളൂ. 1 സെക്കൻഡ്, ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഇതെങ്ങനെയോ ലോഗൗട്ട് ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് ഞാനത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ഞാൻ അതിലേക്ക് പോകാം. അല്ലെങ്കിൽ പിന്നെ എനിക്കത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വീഡിയോയിൽ കൂടുതൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ബൈ ദ ടൈം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക. മാക്സിമം കുറേ സ്റ്റോക്കുകളൊക്കെ ഞാൻ സെലക്ട് ചെയ്ത്, മിക്ക സ്റ്റോക്കുകളും പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ 1000 രൂപയ്ക്ക് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ 2000-2500 ലെവലിൽ എത്തി കേട്ടോ. പലതും ഞാൻ ചില സ്റ്റോക്കുകൾ സ്റ്റോപ്പ്ലസ് അടിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ ചില സ്റ്റോക്കുകൾ സ്റ്റോപ്പ്ലസ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ചില സ്റ്റോക്കുകൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ മാസീവായിട്ടുള്ള റിട്ടേൺ നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അനലറ്റിക്സ് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ആയിട്ടുണ്ട്, അനലറ്റിക്സ് ക്ലിക്ക് ചെയ്യുക. സ്കാനിൽ വരിക. സ്കാനിൽ വന്നാൽ എന്ത് ചെയ്യുക, വോളിയം ആൻഡ് ഡെലിവറി സ്കാനാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. വോളിയം ആൻഡ് ഡെലിവറി സ്കാനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നെറ്റ് ഒരു ഇച്ചിരി സ്ലോ ആണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ. വോളിയം ആൻഡ് ഡെലിവറി സ്കാനിൽ ക്ലിക്ക് ചെയ്യുക. 1 സെക്കൻഡ്, ലോഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, അതിൽ വന്നിട്ട് നമ്മൾ നേരെ വോളിയം ആൻഡ് ഡെലിവറി. ഓക്കെ, അതിൻ്റെ അകത്ത് ഹൈ ഡെലിവറി ക്വാണ്ടിറ്റി ഉള്ള സ്റ്റോക്കുകൾ എടുക്കുക, ഫിൽട്ടർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ അടുത്ത ആഴ്ചകൾ എൻ്റെ സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്യാൻ പോവാണ്. ഇതിൽ മാർക്കറ്റ് ക്യാപ്പിൽ നമ്മൾ 100, 1000, 10,000 ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇതങ്ങ് ഡൗൺലോഡ് ചെയ്ത് ബാക്കിയുള്ള പണി തുടങ്ങാം. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, നമുക്കിനി നമ്മുടെ എക്സൽ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓൾറെഡി ഡൗൺലോഡായി കിടക്കുന്നുണ്ട് അത്. നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ എക്സൽ ഓപ്പൺ ചെയ്യാം.
ഓക്കെ ഓക്കെ എക്സൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എക്സൽ ഒത്തിരി സ്റ്റോക്കുകളൊന്നും നടക്കുന്നുണ്ട്, ഒത്തിരി സ്റ്റോക്കുകൾ ഇതിൽ വന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എല്ലാ സ്റ്റോക്കുകളും വേണ്ട, നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റോക്കുകൾ മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിനൊക്കെ ബാക്കി വേണ്ടാത്തൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ. വേണ്ടതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അടുത്ത ആഴ്ചകളെൻ്റെ സ്റ്റോക്ക് എല്ലാം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ, ഭംഗിയായിട്ട്. എൻ്റെ കൂടെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചോ. ഇവിടെ നിന്ന് നമുക്കിത് വേണ്ട, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് വേണ്ട, ഇത് ഡിലീറ്റ് ചെയ്യാം, ഇതൊന്നും വേണ്ട നമുക്ക് കേട്ടോ. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്, കാരണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് എനിക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് പേഴ്സൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 കൊടുക്കാം. 0 വന്നിരിക്കുന്ന സ്റ്റോക്ക്. ഡെലിവറി ടൈംസ് നമുക്ക് എന്ത് ചെയ്യാം, 5 ടൈംസ് കൊടുക്കാം. ഫിൽറ്റർ നമുക്ക് 5 ടൈംസ് ആക്കാം. ഓക്കെ കൊടുത്തു. ഡെലിവറി ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാം, 10,000 മുകളിൽ ഡെലിവറി ക്വാണ്ടിറ്റിയുള്ള സ്റ്റോക്കുകൾ എടുക്കാം. ക്ലോസ് പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 100 റുപ്പീസിന് മുകളിലുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഇതിൽ വരാവുള്ളൂ. അല്ലെങ്കിൽ പെന്നി സ്റ്റോക്കുകൾ ഇതിലേക്ക് കയറി വരും, അത് വലിയ പ്രശ്നമാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും പിന്നീട്. ആവറേജ് ട്രേഡഡ് ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാം, സോറി കേട്ടോ, അത് നമുക്ക് ഇത്ര മതി. ഓക്കെ, ഈ കുറച്ച് സ്റ്റോക്കുകൾ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ചാർട്ടിൽ എടുത്തിട്ട് എങ്ങനെയാണ് ബൈ ചെയ്യാനുള്ള കണ്ടീഷനിലാണോ നമുക്ക് നോക്കാം കേട്ടോ. കുറച്ചധികം സ്റ്റോക്കുകളുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്ത് ഈ സിമ്പിൾ അങ്ങോട്ട് മാറ്റാം കേട്ടോ. വേണമെങ്കിൽ ഈ സിമ്പിൾ വേണ്ട, അവിടെ കിടന്നോട്ടെ, നമുക്ക് സ്റ്റോക്കുകളുടെ പേര് അറിയാൻ പറ്റില്ല, അതവിടെ കിടന്നോട്ടെ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ വേറെ ഐഡിയ കൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കുറേ വാച്ച് ലിസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു 7th വാച്ച് ലിസ്റ്റ് എടുക്കാം. ഈ വാച്ച് ലിസ്റ്റ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. നിങ്ങൾ എന്ത് ചെയ്യും, സ്റ്റോക്കുകളുടെ ഈ ഒരു ഏരിയ ഇവിടെ നിന്നുണ്ടോ, അത് ഇങ്ങനെയാണ് കോപ്പി ചെയ്യുക. സ്റ്റോക്കുകളൊക്കെ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് പാഡ് ഇവിടെ ഓപ്പൺ ആക്കാം. നോട്ട് പാഡ് ഓപ്പൺ ആക്കാം. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്, അത് വളരെ എളുപ്പം കേട്ടോ, വളരെ എളുപ്പം എത്രയാണ്. എപ്പോഴും നമുക്ക് എക്സലിലേക്ക് വരണ്ട, കണ്ടോ, കുറേ സ്റ്റോക്കുകൾ സിമ്പിൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുക. സിമ്പിൾ നമുക്ക് വേണ്ട. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കോമയിട്ട് പോവുക. കാരണം എല്ലായിടത്തും കോമ ഇടുക. കാരണം ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കോമയിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം നിങ്ങളൊന്ന് ക്ഷമയോടെ കാത്തിരിക്കണം കേട്ടോ. കാരണം ഇത് എനിക്കത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഇങ്ങനെ ഒരു ക്ഷമയോടെങ്കിൽ നമുക്ക് ഇതൊക്കെ കുറച്ച് നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ആ ടൈമിലൊന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കോമയിട്ട് കൊടുക്കട്ടെ, കാരണം കോമയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പണി ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാനങ്ങനെ കോമയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും. ഓക്കെ, കഴിഞ്ഞു, ഇത്ര മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ട്രേഡിംഗ് വ്യൂ വരും. ട്രേഡിംഗ് വ്യൂ ഇവിടെ ഈ പ്ലസിനോടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഒരു എല്ലാം പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ അടിക്കും. അപ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ, എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം നമ്മുടെ ട്രേഡിംഗ് വേണ്ടിയിൽ വന്നു കണ്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സ്റ്റോക്കുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എക്സലിലേക്ക് നമുക്ക് പോകണ്ട, നമുക്ക് ഇതിൽ തന്നെ എല്ലാം അനലൈസ് ചെയ്യാം. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. നമ്മൾ നേരെ നോട്ട് പാഡിൽ ആഡ് ചെയ്യുക, ഒരു കോമന്റ് കൊടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്താൽ കേട്ടോ. ജസ്റ്റ് നമ്മൾ ആദ്യത്തെ സ്റ്റോക്ക് ആഡ് ചെയ്യാം. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് അയ്യോ, ആദ്യത്തെ സ്റ്റോക്ക് തന്നെ ഒരു ഉഗ്ര ഇടിവെട്ട് സ്റ്റോക്കാണുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, കണ്ടോ, ഇതിലൊന്നും വോളിയും ഇല്ല. കണ്ടോ, വോളിയോ ഈ ഏരിയയിലൊന്നും വോളിയോ ഇല്ല, ഇവിടെ വോളിയോ ഇല്ല, എങ്ങും വോളിയോ ഇല്ല കേട്ടോ. ഈ സ്റ്റോക്കിൽ എൻ്റെ ഫേസ് കാണാൻ പറ്റുന്നില്ല അല്ലേ. ഓക്കെ, ഇതാണ് ഇവിടെ ഒന്നും വോളിയോ ഇല്ല. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇത് വേണ്ട. വോളിയുള്ള നല്ല സ്റ്റോക്കുകളുണ്ട്, നമുക്ക് ആ സ്റ്റോക്കിൽ പിടിക്കാം. ഓക്കെ, ഇതും കുറച്ചധികം ഒരു സുഖമില്ല ഇത്, കാരണം ഭാരത് ഗിയേഴ്സ് വലിയ കുഴപ്പമില്ലല്ലോ. ഭാരത് ഗിയേഴ്സ് നല്ല സ്റ്റോക്കാണല്ലോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഇതിൽ ഈ ഏരിയയിൽ ഒട്ടും വോളിയില്ല, ഈ ഏരിയയിൽ ഒട്ടും വോളിയില്ല. സോറി, ഒരു മിനിറ്റ്, ഈ ഏരിയയിൽ ഒട്ടും തന്നെ വോളിയില്ല. അതിനുശേഷം സ്റ്റോക്ക് ഇപ്പോൾ ഈ ഏരിയയിൽ നല്ല വോളിയം വന്നിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ വോളിയം ഒന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടി ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. കാണിച്ചു തരാം. വോളിയം ജസ്റ്റ് നമ്മുടെ നോർമൽ വോളിയം അത് മാത്രം മതി കേട്ടോ. വോളിയം ഓക്കെ, വോളിയം ഇവിടെ കൊടുത്തു. വോളിയം വരുമ്പോൾ കാണാം കേട്ടോ, ഈ ഏരിയയിൽ ഒട്ടും തന്നെ വോളിയം ഇല്ലാത്ത നമുക്ക് കാണാം. നമ്മുടെ അയ്യോ സോറി, എക്സ്ട്രീംലി സോറി. ഞാൻ ഓക്കെ ഫൈൻ, ഡേ ടൈം ഫ്രെയിം ആണ് എടുക്കേണ്ടത്. ഞാൻ 5 ടൈംസ് ആണ് 5 മിനിറ്റ്സ് ആണ് എടുത്തത്. നമ്മൾ ഡേ ടൈം ഫ്രെയിം ആണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ സ്വിംഗ് ട്രേഡേഴ്സ് ആണ്. ഞാൻ ഇൻട്രാഡേ ടൈം കഴിഞ്ഞ ആഴ്ച എടുത്ത് ക്ലോസ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തു. നമുക്ക് ലാസ്റ്റ് വീക്കിലൊക്കെ നല്ല രീതിയിൽ വോളിയം വന്നിട്ടുണ്ട്, നല്ല ഡെലിവറി ക്വാണ്ടിറ്റി ഉള്ള സ്റ്റോക്കാണ് ഓൾറെഡി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോക്കുകളുടെയൊക്കെ ഇനി അതിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ആഴ്ച ഞാൻ ആ ഒരു കീ സബ്ജക്റ്റ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതെന്ന് പറഞ്ഞിരുന്നു. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ എടുക്കാമെന്നാണ് പറഞ്ഞുതരാം. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഇവിടെ മുകളിൽ ഇവിടെ ഒരു ഇത് കണ്ടോ, നിങ്ങൾ ഈ ഒരു ബാർ കണ്ടോ, അവിടെ 5ാമത്തെ സ്ഥലത്തേക്ക് വരിക. 1 2 3 4 5, 5ാമത്തെ അല്ല സോറി 4ാമത്തേക്ക് വരിക കേട്ടോ. ഒരു സെക്കൻഡ്, 4ാമത്തെ ഭാഗമാണേ. 4ാമത്തെ എന്ത് ചെയ്യുക, ആങ്കേഡ് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടോ. ഇവിടെ ഫിക്സഡ് റേഞ്ച് വോളിയം അല്ല, ആങ്കേഡ് വോളിയം പ്രൊഫൈൽ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, നോർമലി നിങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരേണ്ടത്. ഇത് ജസ്റ്റ് ഇത് ചെയ്ത് കൊടുക്കുക, നിങ്ങൾ ചാർട്ടിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൂൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ,
സ്റ്റോക്കുകളുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ടൂൾ നോക്കി കാണാം എവിടെയൊക്കെയാണ് വോളിയം ഉള്ളത്, ഏതൊക്കെ ഏരിയയിലാണ് വോളിയം ഇല്ലാത്തത്, ഈ സ്റ്റോക്കിന് ഏതൊക്കെയാണ് മേജർ സപ്പോർട്ടുകൾ എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. വളരെ കീ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. വീണ്ടും പറയുന്നു, വീഡിയോ ശ്രദ്ധയോടെ ഒരു ബുക്കിൽ എഴുതി വെച്ചിരുന്ന് കാണുക കേട്ടോ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സെറ്റിംഗ്സിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. സെറ്റിംഗ്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണേ, ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങളിത് എടുക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിരിക്കും ഈ സാധനം കിടക്കുന്നത്. അപ്പോൾ കാണാം റൈറ്റ് സൈഡിൽ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത് ഈ സാധനം. ഇതിൻ്റെ അകത്ത് ഈ ഏരിയ ഒന്നും കാണില്ല കേട്ടോ. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു വര മാത്രം POC ലൈൻ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് വാല്യൂ ഹൈ ഏരിയ, വാല്യൂ ലോ ഏരിയ, അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണം, ഇതിൽ വാല്യൂം കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം പ്ലേസ്മെൻറ്റ് എവിടെയാണ്, ലെഫ്റ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എന്ത് പറ്റി കാണാം, അപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ വരും ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ. ഇങ്ങനെ വരും നിങ്ങൾക്ക് 3 ലൈനുകൾ. ഇത് വാല്യൂ, അതായത് ഈ മുകളിൽ കാണുന്ന ലൈനാണ് എന്താണ്, വാല്യൂ ഹൈ ഏരിയ. ഇത് വാല്യൂ ലോ ഏരിയയാണ്. ഇത് POC ലൈനാണ്, പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ ലൈനാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചാർട്ടിലേക്ക് വരും. അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്യും, ആ സ്റ്റോക്ക് എവിടെയായിരിക്കണം, ആ സ്റ്റോക്ക് വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലായിരിക്കണം. മനസ്സിലായില്ലേ? ഞാനിത് കട്ട് ചെയ്തിട്ട് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഒന്ന് അടിയിലേക്ക് എടുക്കട്ടെ കേട്ടോ. അത് എന്നിട്ട് നമുക്ക് പഠിക്കാം. ഒരു സ്റ്റോക്ക് IPO വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇവിടെ ഓപ്പൺ ആയി. ഈ സ്റ്റോക്ക് നമ്മുടെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയതിനു ശേഷം ആ സ്റ്റോക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡൗൺ സൈഡിൽ കിടന്ന് കളിക്കും. അതിനുശേഷം വീണ്ടും ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകും. വീണ്ടുമാണ് ആ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഔട്ട് ആയി മുകളിലേക്ക് പോകുന്നത്. മനസ്സിലായോ? പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു നമ്മുടെ ഒരു എന്താ പറയുക, ഒരു IPO വന്ന സ്റ്റോക്ക് വന്നു, അത് ഇനിഷ്യലി ഒരു വന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബൈ ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് കുറേ നാളിങ്ങനെ ഡൗൺ ട്രെൻഡ് കിടക്കും. അതിനുശേഷം ഈ ഡൗൺ ട്രെൻഡിൽ ഈ സ്റ്റോക്ക് എന്ത് ചെയ്യും, ഒരു സൈഡ് വേസ് പോകും. അതിനുശേഷമാണ് ഈ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഔട്ട് ആയി മുകളിലേക്ക് പോകുന്നത്. നമുക്ക് ഈ മാക്സിമം ഈ ഇൻവെസ്റ്റേഴ്സൊക്കെ അപ്ലൈ ചെയ്യുന്ന ബൈ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ ചെയ്യുന്നത്, ബൈ ചെയ്യുന്നത്. പിന്നെ സ്റ്റോക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ അപ്സൈഡ് പോകും. അപ്പോൾ ഈ അപ്സൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്ന ഏരിയ ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ആങ്കേഡ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ട്രേഡിംഗ് വ്യൂവിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ അങ്ങ് ഞാനിത് കണ്ടല്ല. സെറോദയിൽ ഞാൻ എവിടെയോ കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രേഡിംഗ് വ്യൂവിൽ അത്ര ക്ലിയർ അല്ല സെറോദയിൽ ഇത്. അതുകൊണ്ടാണ് ഞാൻ ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനിയാണ് കളി മൊത്തം കിടക്കുന്ന മക്കളെ. നിങ്ങൾ ഇനിയാണ് ശരിക്കുള്ള കളി കാണാം. കാരണം ഇനിയാണ് ശരിക്കുള്ള നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ വരുന്നത് കേട്ടോ. ഇത്ര നേരം കണ്ടതൊക്കെ ചുമ്മാ സാമ്പിൾ പഠിക്കട്ടാണ്. ഇനിയാണ് ശരിക്കുള്ള സംഭവം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കാണും കേട്ടോ വീഡിയോ. ഈ ഒരു സ്റ്റോക്ക് നമ്മളെടുത്തു, ഭാരത് ഗിയർ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോക്ക് ഇനി ബൈ ചെയ്യാറായോ ഇല്ലയോ എന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മൂവിങ് ആവറേജ് റിബൺ അങ്ങ് ഓപ്പൺ ആക്കി കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച മൂവിങ് ആവറേജ് റിബൺ നമ്മൾ എന്ത് ചെയ്യാണ്, ഓപ്പൺ ആക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി, എന്ത് മനസ്സിലായി, മൂവിങ് ആവറേജ് കുറേ നാൾ സ്റ്റോക്ക് മൂവിങ് ആവറേജ് റിബണിൻ്റെ താഴെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം വീണ്ടും സ്റ്റോക്ക് പല മൂവിങ് ആവറേജിന് കട്ട് ചെയ്ത് എന്ത് ചെയ്തു, മുകളിലേക്ക് കയറി കേട്ടോ. ഈ സ്റ്റോക്ക് മുകളിലേക്ക് കയറി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സ്റ്റോക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1 ഇയർ, ഇവിടെ നിങ്ങൾക്ക് ടൈം ഫ്രെയിം കാണാം, 1 ഇയർ കണ്ടത്. ഇവിടെ നിങ്ങളുടെ എൻ്റെ 1 ഇയർ എന്നുള്ളത് കാണാം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 1 ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ഇയർ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റോക്കിന് 1 ഇയർ ആയിട്ടുള്ള ചാർട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാം. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആങ്കർ വോളിയം പ്രൊഫൈലിൽ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം. കണ്ടോ, ഇവിടെ വാല്യൂ ഹൈ ഏരിയയുടെ തൊട്ട് താഴെയാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, വാല്യൂ ഹൈ ഏരിയയുടെ തൊട്ട് താഴെ കണ്ടോ. ഇത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വരെ പോയി. അതിനുശേഷം അതിനെന്ത് ചെയ്തു, താഴേക്ക് അടിച്ചിട്ടു. കണ്ടോ, സ്റ്റോക്കിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് താഴേക്ക് അടിച്ചിട്ട് വെക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റും. കേട്ടോ, ഈ വാല്യൂ ഹൈ ഏരിയ എങ്ങനെയാണ് മാർക്കറ്റിൽ ആഡ് ചെയ്യുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് വന്നു, ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ താഴെ പോയി. അതിനുശേഷം ഈ സ്റ്റോക്ക് പല പ്രാവശ്യം ഈ ഏരിയയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ സ്റ്റോക്ക് നമുക്ക് ബൈ തന്നെ എവിടെയാണ്, സ്റ്റോക്ക് ഈ ഏരിയയുടെ മുകളിലേക്ക് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു എൻട്രി വരുന്നത് കേട്ടോ. എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്, വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലേക്ക്. ഈ വാല്യൂ ഹൈ ഏരിയ, ഇത് നമ്മുടെ POC ലൈൻ, ഇത് നമ്മുടെ വാല്യൂ ലോ ഏരിയ. ഈ വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലേക്ക് എപ്പോഴാണോ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ എൻട്രി വരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ നമുക്ക് എൻട്രി വരുന്നുണ്ടോ, ഇല്ല. പക്ഷേ നമ്മൾ ഈ സ്റ്റോക്കിന് ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. കാരണം ഈ സ്റ്റോക്ക് അടുത്ത ദിവസം ചിലപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഭാരത് ഗിയർ എന്ന് പറഞ്ഞ കമ്പനി എന്തുകൊണ്ടാണ്, നമ്മുടെ എല്ലാ മൂവിങ് ആവറേജിൻ്റെ മുകളിൽ, ഷോർട്ട് ടൈം മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നത്. 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ എന്ത് സംഭവിക്കും, സ്റ്റോക്ക് മുകളിലേക്ക് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമ്മുടെ റഡാറിൽ വെച്ചേക്കാം, നമുക്ക് കളയണ്ട. കാരണം നല്ലൊരു വോളിയം ബാർ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത ദിവസം ഈ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു, മൂവിങ് ആവറേജ് റിബൺ ആഡ് ചെയ്തു, ഈ പറഞ്ഞ വോളിയം ആങ്കേഡ് വോളിയം പ്രൊഫൈൽ ആഡ് ചെയ്തു, വോളിയം ആഡ് ചെയ്തു. ഇത്ര 3 ഇൻഡിക്കേറ്റേഴ്സ് മാത്രം മതിയല്ലോ. ഇൻഡിക്കേറ്റർ എന്ന് പറയാൻ ആകെ ഉള്ളത് എന്താണ്, മൂവിങ് ആവറേജ് മാത്രമേ ഉള്ളൂ. ബാക്കി എന്താണ്, ആങ്കേഡ് വോളിയം പ്രൊഫൈലാണ്. ആങ്കേഡ് വോളിയം പ്രൊഫൈൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്ന ഏരിയ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ആങ്കേഡ് വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്ത സ്റ്റോക്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. അടുത്ത സ്റ്റോക്ക് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഇൻറ്റിഗ്രേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് ID ലിമിറ്റഡ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്, ഇൻറ്റിഗ്രേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതിൻ്റെ പേര് നിങ്ങളൊന്ന് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പുതിയ സ്റ്റോക്കാണെന്ന് എനിക്ക് തോന്നുന്നത്, എൻ്റെ റഡാറിലില്ലാത്ത സ്റ്റോക്കാണ്. കുഴപ്പമില്ല, നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്ക് കാശ് ചെയ്യാനുള്ള മാർക്കറ്റ് മാക്സിമം മണി ജനറേറ്റ് ചെയ്യാന്നുള്ള നമ്മുടെ ലക്ഷ്യം. അല്ലാണ്ട് നമുക്ക് സ്റ്റോക്ക് നമുക്കൊരു ഷോർട്ട് ടൈമിൽ നല്ല മൊമെൻറ്റ് കിട്ടി നമ്മളത് എടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മളതിൻ്റെ കൂടുതൽ ഫണ്ടമെൻറ്റാലിറ്റി അല്ലാതെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്തേക്കണം. റിസൾട്ടൊക്കെ ഒന്ന് ഉടനെ നോക്കിക്കൊള്ളണം. കാരണം അതിലേക്ക് അധികം പോകുന്നില്ല, കാരണം വീഡിയോ വളരെ ലെങ്തി ആവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ എല്ലാ മൂവിങ് ആവറേജ് 20,
50, 100, 200 അപ്പോൾ മനസ്സിലായി ഈ സ്റ്റോക്ക് ഒരു ഹൈ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ നമുക്കിത് എൻട്രി എടുക്കാറായോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആങ്കേഡ് വോളിയം പ്രൊഫൈൽ AVPയിൽ ഈ സ്റ്റോക്ക് മുകളിലേക്ക് കയറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 ഇയറിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് മാറ്റുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ആങ്കേഡ് വോളിയം പ്രൊഫൈൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഏരിയ കാണിക്കണ്ടോ. അപ്പോൾ എന്താണ് സംഭവിച്ചത് നിങ്ങൾ പറ. ഈ സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട സ്റ്റോക്ക് എവിടെയായിരുന്നു, ഈ പറഞ്ഞ വാല്യൂ ഹൈ ഏരിയയുടെ താഴെയായിരുന്നു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരുന്നത്, മനസ്സിലായോ. പക്ഷേ ഈ സ്റ്റോക്ക് എന്താ സംഭവിക്കുന്നത്, ഈ സ്റ്റോക്ക് എന്ത് സംഭവിച്ചു, വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എവിടെയാണ് 20 MA മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ലേ. 20 MA മുകളിലാണ് ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 20 MA ഒന്ന് സപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻട്രി കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം, എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്, എന്ത് ലോജിക്കലാണ് ഞാനങ്ങനെ പറഞ്ഞുതരാം. അതും കൂടി പഠിച്ചു നോക്കുള്ളൂ കേട്ടോ നിങ്ങൾ. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഈ സ്റ്റോക്കിങ്ങനെ മുകളിലേക്ക് പോയി, അതിനുശേഷം ഈ 20 MA തൊട്ടടുത്ത് നമ്മൾ ഈ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോയത്, ശരിയല്ലേ. ഓൾവേസ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ കാരണം ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത് കഴിഞ്ഞ 100 വർഷം മുമ്പുള്ളതും സെയിം ആയിരിക്കും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സൈക്കോളജിയും സെയിം ആയിരിക്കും, മനസ്സിലായോ. എങ്ങനെയാണ് പാസ്റ്റിൽ പ്രൈസ് ബിഹേവ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും പ്രസൻറ്റും പ്രൈസ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹ്യൂമൻ സൈക്കോളജി ഈസ് ഓൾവേസ് സെയിം ബിഫോർ 100 years ആൻഡ് ആഫ്റ്റർ 100 years. അതിൻ്റെ റൈറ്റ് ആവും ഇപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും, മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഞാനൊന്ന് പുറകിലേക്ക് ഒന്നുകൂടെ ഓടിച്ചു നോക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈംസ് അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നു തട്ടി മുകളിൽ കയറി, വീണ്ടും ഇവിടെ വന്ന് തട്ടി മുകളിൽ കയറി, തട്ടി മുകളിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ സ്റ്റോക്കിൻ്റെ പുൾ ബാക്ക് 20 MA എപ്പോൾ വരുന്നു നമുക്ക് മനസ്സിലായി. ഈ സ്റ്റോക്ക് സൂപ്പർ ബുള്ളിഷാന്ന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ എൻട്രി എടുക്കാമോ, ഓൾറെഡി ഇത് ഒരു ബാർ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇവിടെ തന്നെ ആട്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. എങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോക്കിൽ ഒരു കൺസർവേറ്റീവ് എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് സ്റ്റോക്ക് വരും, വന്നു കഴിഞ്ഞാൽ തിരിച്ച് കയറി ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ എൻട്രി എടുത്താൽ കേട്ടോ. ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല കേട്ടോ, ഇപ്പോഴേ പറയാം ബൈസൽ റെക്കമെൻഡേഷൻ എടുക്കാനേ പാടില്ല. ഇതൊരു സ്റ്റഡി പർപ്പസ് ആണ്. ഞാൻ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോയി ഡയറക്റ്റ് എൻട്രി എടുത്ത് ലോസ് വന്നാൽ എനിക്കിതിൽ ഒരു ഉത്തരവാദിത്തമില്ല. ഐ ആം നോട്ട് എ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി എടുത്തുക, നിങ്ങളാ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻറ്റാലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ക്യാഷാണ്, നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ചെക്ക് ചെയ്ത് മാത്രം. ഞാനൊരു നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്താണ്, നിങ്ങൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന മെത്തേഡ് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ബാക്കി ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല കേട്ടോ. ഓക്കെ, അടുത്ത അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് നമുക്ക് വിടണ്ട, ഇതവിടെ കിടന്നോട്ടെ. അടുത്ത സ്റ്റോക്ക് എടുക്കാം, ആരമതി ഫാർമ ലാബ്സ് ലിമിറ്റഡ്. ഓക്കെ, ഈ സ്റ്റോക്സ് ഒരു കുഴപ്പമില്ലാത്ത കണ്ടീഷനുള്ള സ്റ്റോക്കാണ്. അത്യാവശ്യം വോളിയൊക്കെ ഉണ്ട് കേട്ടോ, ഡേ ടൈമിൽ അത്യാവശ്യം വോളിയൊക്കെ ഉണ്ട്. അത്യാവശ്യം മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ട്രേഡ് എടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ 1 year ചാർട്ടിലേക്ക് മാറ്റാം കേട്ടോ. 1 year ചാർട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആങ്കേഡ് വോളിയം പ്രൊഫൈൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അടിപൊളി, എന്താണ് സംഭവിച്ചത് നോക്കൂ. ഇത് ഓൾറെഡി പോയി, ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ടായി, നല്ല രീതിയിൽ മുകളിലേക്ക് പോയി, പിന്നെ എന്തോ ഒരു ഫോൾ വന്നു, ഈ സ്റ്റോക്ക് തിരിച്ചു ഇവിടെ വന്നു, 200 MA സപ്പോർട്ട് എടുത്തു, വീണ്ടും തിരിച്ചു കയറി. നമ്മുടെ വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് കിടക്കുന്നത്. ഓൾമോസ്റ്റ് എൻട്രി എവിടെയാണ്, 20 MA മുകളിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. ബൈ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാർക്കറ്റ് കണ്ടീഷൻ കൊണ്ട് നോക്കണം, നിഫ്റ്റിയുടെ ലെവൽസ് നോക്കണം, സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻറ്റാലിറ്റി ഓർഡറേ ഒന്നും എല്ലാം നോക്കണം. അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ പ്രൊമോട്ടേഴ്സ് 50% ഉണ്ടോ നോക്കണം. FAs ഇവരുടെ സ്റ്റേക്ക് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും കുറച്ച് കൂട്ടിയുണ്ടോ നോക്കണം. കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും റിസൾട്ട് ഈ പ്രാവശ്യം കൂടുതൽ വന്നിട്ടുണ്ടോ നോക്കണം. ഇയർലി നോക്കണം, ക്വാർട്ടർലി നോക്കണം, സ്റ്റോക്കിൻ്റെ EPS നോക്കണം, മനസ്സിലായില്ലേ. ഈ സ്റ്റോക്കിൽ പെട്രിയോസി സ്കോർ എന്ന് പറഞ്ഞ സ്കോർ ഉണ്ട്. ഫിനാൻഷ്യലി നല്ല സ്റ്റോക്കുകൾക്കൊക്കെ ഒരു 5 above ഉള്ള സ്റ്റോക്കുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, സെലക്ട് ചെയ്യാവുള്ളൂ. ഇത്രയും കണ്ടീഷൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫണ്ടമെൻ്റൽ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം എൻട്രി എടുക്കുക. ഞാൻ എന്ത് ചെയ്യുന്നതാണ്, എനിക്ക് ഇത്ര സമയം ഇതിൽ ചിലവഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്റ്റോക്ക് സെലക്ഷൻ ടെക്നിക്കൽ സൈഡ് മാത്രം പറഞ്ഞു തരുന്നത്. ഓക്കെ, ഈ സ്റ്റോക്ക് നമ്മുടെ റഡാറിൽ വയ്ക്കാം. ഓക്കെ, ഇനി ISFT എന്നുള്ള സ്റ്റോക്ക്, ഇതൊരു പെന്നി സ്റ്റോക്ക്, ഇതൊട്ടും വേണ്ട കേട്ടോ. നമുക്ക് ഈ സ്റ്റോക്ക് നമുക്ക് സ്ട്രൈറ്റ് അവേ ഡിലീറ്റ് ചെയ്തേക്കാം. ഈ സ്റ്റോക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി EPL 250 രൂപയുള്ള സ്റ്റോക്കാണ്. ഇതിലെന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇത് ഒരു ഒറ്റ നോട്ട് തന്നെ അറിയാം, ഇത് ഈ ഇടയ്ക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്, ഡൗൺ ട്രെൻഡിലേക്കാണ് നിൽക്കുന്നത്. കണ്ടോ, സ്റ്റോക്കിൻ്റെ പ്രൈസ് തന്നെ ഇങ്ങനെയാണ്, ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോക്ക് വേറെ ഒന്നും അനലൈസ് ചെയ്യേണ്ട. ഒരു എക്സ്പേർട്ടായ ട്രേഡറെ സംബന്ധിച്ച് സ്റ്റോക്ക് ഒറ്റയടിക്ക് തന്നെ ഡിലീറ്റ് കളയുക, വേണ്ട. അടുത്ത സുപ്രിയ, ഈ സ്റ്റോക്ക് എന്താ പറയുന്നത് നോക്കാം. സുപ്രിയ എങ്ങനെയുണ്ട്, സുപ്രിയ ഒരു സൈഡ് വേസ് ആണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ ആഴ്ച നമ്മുടെ റഡാറിൽ വന്നൊരു സ്റ്റോക്കാണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 1 year ചാർട്ടിൽ ആഡ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആങ്കേഡ് വോളിയം പ്രൊഫൈൽ ഒന്ന് ആഡ് നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇത് ആങ്കേഡ് വോളിയം പ്രൊഫൈലിലേക്ക് അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റോക്ക് നിങ്ങളൊന്ന് റഡാറിൽ വച്ചോളൂ. സ്റ്റോക്ക് സൈഡ് വേസ് ആണ്. ഈ ഒരു എത്ര പ്രാവശ്യം സ്റ്റോക്ക് ഈ ആങ്കേഡ് വോളിയം പ്രൊഫൈലും തട്ടി വന്ന് നോക്ക്. പക്ഷേ അപ്പോഴൊന്നും ഈ സ്റ്റോക്കിൻ്റെ എല്ലാ മൂവിങ് ആവറേജും കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത്. കണ്ടോ, 20, 50, 100, 200. ഈ ഒരു ഐഡിയ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് ഡെഫിനറ്റ്ലായിട്ട് പറഞ്ഞാണ്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു ഓർഡറിലായിരിക്കണം സ്റ്റോക്കിൻ്റെ മൂവിങ് ആവറേജ് കിടക്കേണ്ടത്. ഈ സ്റ്റോക്കിൻ്റെ മൂവിങ് ആവറേജ് അങ്ങനെയാണോ കിടക്കുന്നത്, അല്ല എല്ലാം കൂടി പിണഞ്ഞാണ് കിടക്കുന്നത്, ഇങ്ങനെയാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള സ്റ്റോക്കിൽ നമുക്ക് എൻട്രി ഉണ്ടോ, ഇല്ല. നമ്മളങ്ങനെ എൻട്രി എടുത്താൽ നമ്മൾ ലോസിലേക്ക് പോകും. കാരണം വെച്ചാൽ ഏതെങ്കിലും പല ടൈം ഫ്രെയിമുകളിൽ ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ശരിയല്ല.
മനസ്സിലായില്ലോ? ഷോർട്ട് ടൈമിൽ ശരിയല്ല, മീഡിയം ടൈമിൽ ശരിയല്ല, ലാർജ് ടൈമിലും ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ശരിയല്ലാത്തതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ മൂവിങ് ആവറേജ് എല്ലാം കൂടി കൂടിപ്പടഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു നല്ല സ്റ്റോക്ക് ഒരിക്കലും അങ്ങനെ കിടക്കില്ല. അതുകൊണ്ട് സുപ്രീമിനെ ഞാൻ തൽക്കാലം ഒഴിവാക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ റഡാറിൽ വെച്ചോളൂ. കാരണം ഈ വാല്യൂ ഹൈ ഏരിയയിലേക്ക് മുകളിലേക്ക് വന്നാൽ ഈ മൂവിങ് ആവറേജ് എല്ലാം സ്ട്രൈറ്റ് ഡയറക്ഷനിൽ വരും, നല്ലൊരു എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, തൽക്കാലം ഞാൻ എൻ്റെ ലിസ്റ്റിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നു. കാരണം എനിക്ക് അങ്ങനത്തെ വേണ്ട, അതുകൊണ്ടാണ്. അല്ലാതെ ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ എനിക്ക് കിട്ടും. ഇത് ഡൗൺ ട്രെൻഡാണ്, ഇത് ഒഴിവാക്കിയ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ വേണ്ട. അടുത്ത സ്റ്റോക്ക് ഭാരതി എയർടെൽ. നമ്മുടെ ഭാരതി എയർടെൽ നമ്മുടെ റഡാറിൽ വന്നിരിക്കുന്നു. നല്ല സ്റ്റോക്കാണ്, ഫണ്ടമെൻ്റലി ഗുഡായിട്ടുള്ള സ്റ്റോക്കാണ്, നല്ല മാർക്കറ്റ് ക്യാപിറ്റലുള്ള സ്റ്റോക്കാണ്, പ്രൊമോട്ടേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്, നല്ല റിസൾട്ടുള്ള സ്റ്റോക്കാണ്. അതുപോലെ ടെലികോം മേഖലയിലെ ഏറ്റവും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ഒരു കമ്പനി കൂടിയാണ് ഭാരതി എയർടെൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് വാങ്ങാം. എത്ര നല്ല കമ്പനിയാണെങ്കിലും നമ്മുടെ കണ്ടീഷൻ എന്താണ്, എല്ലാ മൂവിങ് ആവറേജും മുകളിലായിരിക്കണം ട്രേഡ് എടുക്കണം. ഓൾമോസ്റ്റ് അതാണ് നടക്കുന്നത്. അതുപോലെ തന്നെ 1 ഇയർ ചാർട്ടിലേക്ക് ഞാനിത് ആഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ വോളിയം പ്രൊഫൈലിൻ്റെ മുകളിലാണ് ട്രേഡ് എടുക്കുന്നത് അറിയണ്ടേ. വോളിയം പ്രൊഫൈൽ കൊടുത്തു, വോളിയം പ്രൊഫൈലിൻ്റെ മുകളിലല്ല ട്രേഡ് എടുക്കുന്നത്. എവിടെയാണ്? 1592 ലെവലിലാണ്. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാമോ? ഇല്ല. എത്ര നല്ല സ്റ്റോക്കാണെങ്കിലും അവൻ എത്ര കോടി പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഈ വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലേക്ക് വന്നാൽ മാത്രമേ വലിയ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതിനുശേഷം അവരെന്ത് ചെയ്യുള്ളൂ, അവർ ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അവരെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോക്ക് വേണ്ട. അടുത്തെന്താണ്? TNP തമിഴ്നാട് പെട്രോ പ്രോഡക്ട്സ്. ഇത് കണ്ടാൽ തന്നെ അറിയാം. ഇത് ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയും ഇത് വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. ഞാൻ നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പറയുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് പ്രൈസ് ട്രേഡ് നടക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 ഇയർ ചാർട്ടിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാങ്കോഡ് വോളിയം പ്രൊഫൈലിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് സംഭവിക്കുന്നത്? എത്തിയിട്ടില്ല, ഇതും എത്തിയിട്ടില്ല കേട്ടോ. ഇത് എത്തും, പക്ഷേ ഇത് ഓൾമോസ്റ്റ് നല്ല സ്റ്റോക്കാണ്. ഇത് പല പ്രാവശ്യം അവിടെ പോയിട്ട് താഴെ വന്ന സ്റ്റോക്കാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ എൻട്രി എടുക്കാവുള്ളൂ, പിന്നെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴിവാക്കുകയാണ്. വാല്യൂ ഹൈ ഏരിയയുടെ സ്റ്റോക്ക് മാത്രം നമ്മൾ വെച്ചാൽ മതി. ഇത് വേണ്ട, PSU ബാങ്ക് അത് വേണ്ട. EP എഡ്യൂക്കേഷൻ കാരിയർ പോയിൻ്റ് എഡ്യൂടെക് ലിമിറ്റഡ്. ഓക്കെ, ഇതൊരു ചെറിയ സ്റ്റോക്കാട്ടോ. ഇത് ചെറിയ സ്റ്റോക്കാണ്, പക്ഷേ അപ്പോൾ ഇത് നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഇത് 1 ഇയർ ചാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത എക്സിക്കോം ടെലി സിസ്റ്റം. ഇത് വേണ്ടല്ലോ, ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ഇതും പറ്റില്ല, ഇത് ഒറ്റ നോട്ടത്തിലുള്ള ഡൗൺ ട്രെൻഡാണ്. അടുത്ത ANUP അനൂപ്പ് എഞ്ചിനീയറിംഗ്. ഇതും ഡൗൺ ട്രെൻഡാണ്, ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റില്ല. പവർ മെക്ക് നോക്കട്ടെ എന്താ അവസ്ഥ. പവർ മെക്കിൽ എന്താ അവസ്ഥ നോക്കട്ടെ. പവർ മെക്ക് കുഴപ്പമില്ല, പക്ഷേ മൂവിങ് ആവറേജസ് എല്ലാം ഇങ്ങനെ കൂടിപ്പണഞ്ഞ് കിടക്കുകയാണ്. ഈ ഏരിയയിൽ ഈ സ്റ്റോക്ക് ഒട്ടും തന്നെ പെർഫോം ചെയ്തിട്ടില്ല. ഒരു സൈഡ് വേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ക്രൈറ്റീരിയ ഇട്ട് നോക്കാം. 1 ഇയർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ആങ്കർ വോളിയം പ്രൊഫൈലിൽ ഇട്ട് നോക്കാം. എന്താ സമയം? ഇല്ല, പറ്റില്ല, ഒരു രക്ഷയില്ല. അതും നമുക്ക് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നല്ല കണ്ടീഷൻസ് ഉള്ള സ്റ്റോക്കുകൾ മാത്രം മതിയെന്ന്. എന്തിനാണ് നമ്മൾ ഇതിലേക്ക് പിടിക്കാൻ പോണത്? റോസാരി വേണ്ട. അജ്മേര എന്താണോ? അജ്മേര ഓക്കെയാണ് കേട്ടോ. അജ്മേര ഇതൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ നല്ലൊരു ട്രേഡറെ സംബന്ധിച്ച് ഒറ്റ നോട്ടത്തിൽ അറിയാം ഇവൻ നല്ലതാണോ ചീത്തയാണോ കേട്ടോ. എല്ലാ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് അത്യാവശ്യം ട്രേഡ് കിടക്കുന്നത്. ഓൾമോസ്റ്റ് 20 മൂവിങ് EMAയുടെ മുകളിലാണ് ട്രേഡ് കിടക്കുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ 1 ഇയർ ചാർട്ടിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടീഷനായ ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കണ്ടോ 3 പ്രാവശ്യം സോറി കേട്ടോ, ഞാൻ നിങ്ങളെ കളിയാക്കി പറയുന്നതല്ല, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇത് കണ്ടീഷൻസ് ആയപ്പോൾ സന്തോഷം കൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, ഇതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എല്ലാ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ട്രേഡ് എടുക്കുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ സ്റ്റോക്ക് ട്രേഡ് എടുക്കുന്ന എവിടെയാണ്, ജസ്റ്റ് നമ്മുടെ വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലേക്ക് നല്ലൊരു വോളിയത്തോടുകൂടി ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, ഈ സ്റ്റോക്ക് ഡെഫിനറ്റ്ലി എൻ്റെ പോർട്ട്ഫോളിയോയിൽ വേണം അടുത്ത ആഴ്ചത്തേക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എൻട്രി എടുത്ത ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ്. കഴിഞ്ഞ ആഴ്ച എൻട്രി എടുത്ത സ്റ്റോക്കുകളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ. നിങ്ങൾ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല. അടുത്ത ആഴ്ച എടുത്ത് നമ്മളൊരു ഓൾമോസ്റ്റ് 2000 രൂപയുടെ പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ 2000 രൂപയുടെ പ്രോഫിറ്റ് കയറി വന്നായിരുന്നു. ഒക്കെ നമ്മൾ ഈ ഒരു കണ്ടീഷൻസ് വെച്ച് എടുത്താണോ. നമ്മൾ 2 ട്രേഡിംഗ് പ്രോഫിറ്റ് നമ്മൾ ട്രേഡിംഗ് നിന്ന് കണ്ടുപിടിക്കും, അതുപോലെ തന്നെ സ്റ്റോക്ക് എഡ്ജിൽ നിന്ന് കണ്ടുപിടിക്കും. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച 2000 രൂപയുടെ പ്രോഫിറ്റ് വന്നാൽ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. ഒരു 10,000 രൂപ ആവട്ടെ, അവിടെ കിടക്കട്ടെ, നമുക്ക് ബുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അജ്മേര നമുക്കിങ്ങനെ കയറി നിൽക്കുവാണ്. അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻട്രി എടുക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 20 ML അടിയിലാണ് കേട്ടോ അതിനായിട്ട്. അല്ല 1052 രൂപയ്ക്ക് എൻട്രി എടുക്കുന്ന ആൾ 961 അടിയിലായിരിക്കണം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ടാർഗറ്റ് എപ്പോഴും 1:2 കേട്ടോ. ഒരിക്കലും ടാർഗറ്റ് 1:2 കുറച്ച് ഒരിക്കലും ബൈ ചെയ്യേണ്ട, കാരണം അതിൽ കൂടുതലൊക്കെ കിട്ടും, ഡെഫിനറ്റായിട്ട് കിട്ടും കേട്ടോ. 1:2 എന്നല്ല 1:5 1:10 വരെയൊക്കെ പൊട്ടൻഷ്യൽ കിട്ടും. കാരണം ഇവിടെ വിട്ട് കഴിഞ്ഞാൽ സ്റ്റോക്ക് പിന്നെ കിട്ടില്ല. അതുകൊണ്ട് അവനെ എത്ര പ്രാവശ്യമാണ് ഈ സ്റ്റോക്ക് ഈ വാല്യൂ ഹൈയുടെ ഏരിയയിൽ നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ പവറൊന്ന് മനസ്സിലാക്കുക. 1 2 3 4 5 6ാമത്തെ പ്രാവശ്യമാണ് ഈ സ്റ്റോക്ക് എന്ത് ചെയ്ത് ബ്രേക്കൗട്ട് ആയത് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ എൻട്രി എടുക്കുന്നു എന്നറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യണം. ഇവിടെയാണ് ഇവർ എൻട്രി എടുക്കുന്നത്. ഇവർ ഈ സ്റ്റോക്കിനെ മുകളിലേക്ക് കൊണ്ടുവരാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഒരു വജ്രായുധം കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മളെ ഏതൊരു ഫോളിലും നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും എന്തായിരിക്കും, ഗ്രീനിലായിരിക്കും. നമ്മൾ ലോസിലേക്ക് പോകുന്നത് നമ്മൾ വിചാരിച്ചുകൊണ്ട് നടക്കില്ല എന്നുള്ളതാണ് ഞാൻ എഴുതി വെച്ച് ഒപ്പിട്ട് തരുന്നത് നിങ്ങൾക്ക്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്ക്, ആ സ്റ്റോക്ക് ഞാൻ എടുത്തു കേട്ടോ. അടുത്ത എന്താണ്,
ഇന്റൻ ടെക് ഇൻഡൻസ് ടെക്നോളജീസ് ലിമിറ്റഡ് കേട്ടോ. ഈ സ്റ്റോക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ആവുന്നത്. ഇങ്ങനെ സ്റ്റോക്കുകൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ പോയി എൻട്രി എടുത്തപ്പോൾ എനിക്ക് പലപ്പോഴായിട്ട് അബദ്ധം പറ്റിയിട്ട് എൻട്രി എടുത്തപ്പോൾ ഈ സ്റ്റോക്ക് ഇതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് താഴേക്ക് വരും. അതുകൊണ്ട് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. കാരണം ഞാനത് സ്ട്രേറ്റ് അവോയ്ഡ് ചെയ്യാണ്. ഇത് എവിടെയാണെങ്കിലും ഞാൻ അവോയ്ഡ് ചെയ്യാണ്. ഇങ്ങനെ സ്റ്റോക്കുകൾ വേണ്ട. അടുത്ത ഓർക്കിഡ് ഫാർമ കേട്ടോ. നല്ല സ്റ്റോക്കാട്ടോ ഓർക്കിഡ് ഫാർമ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം മൂവിങ് ആവറേജിൻ്റെ അടിയിലാണ് ട്രേഡ് കിടക്കുന്നത്. നാളെ നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം എടുക്കാൻ പറ്റില്ല. അടുത്തത് ഇൻഡിക്യൂബ് സ്പേസസ് ലിമിറ്റഡ്. ഇത് നോക്കാം. ചെറിയ സ്റ്റോക്കാണ്, ഓഗസ്റ്റിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു 1 മന്ത് ചാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറഞ്ഞ ആങ്കായുടെ വോളിയം പ്രൊഫൈൽ ഇട്ട് നോക്കാം. ചുമ്മാ ഒരു രസത്തിന്. ഓക്കെ, കണ്ടോ, ഇതിപ്പോൾ എല്ലാ മൂവിങ് ആവറേജിന് മുകളിലാണ് ട്രേഡ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് കിടക്കുന്നത് കേട്ടോ. വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലാണ് ട്രേഡ് കിടക്കുന്നത്. അവിടെ ഒരു റീടെസ്റ്റ് കൂടി നടത്തിയിട്ട് ഈ സ്റ്റോക്ക് പല പ്രാവശ്യം ഇതിൻ്റെ പവർ അറിഞ്ഞ് നിങ്ങൾ കണ്ടോ, ഒന്ന് പ്രീവിയസിലേക്ക് തിരിഞ്ഞു നോക്കിക്കോ. പല പ്രാവശ്യം ഈ സ്റ്റോക്ക് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് ഈ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ബ്രേക്ക് ഔട്ട് നടത്തിയിരിക്കുന്നത്. നല്ലൊരു വോളിയം വന്നിട്ടുണ്ട്. സ്റ്റോക്ക് എവിടെയാണ്, നമ്മുടെ വാല്യൂ ഹൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി ചെയ്യാൻ സാധ്യതയുള്ള മേഖലയാണ് വാല്യൂ ഹൈ ഏരിയ എന്ന് എടുത്തെടുത്ത് പറയുകയാണ്. നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ മുകളിൽ ഈ ആങ്കർ ഈ പറഞ്ഞ ടൂൾ, ഈ ട്രേഡിംഗിന് മാത്രമേ ടൂൾ അവൈലബിൾ ഉള്ളൂ. ശ്രദ്ധിക്കണം, ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റോക്ക് പ്രൈസ് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, എൻട്രി എടുക്കാവുള്ളൂ. ഓക്കെ, ഇത് എൻ്റെ ഡാറിൽ വയ്ക്കുവാണ്. ഇതിന് എൻട്രി ക്രൈറ്റീരിയ എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞ് എനിക്ക് തന്നെ ബോറടിച്ച് തുടങ്ങി. അതുകൊണ്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. അടുത്തത് എന്താണ്, റാംകെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കേട്ടോ. ഇത് ഓൾറെഡി മുകളിൽ പോയി ഒരു കറക്ഷൻ വന്നിപ്പോൾ 20 MA തൊട്ടടുത്താണ് നിൽക്കുന്നത്. 1 ഇയർ ചാർട്ടിലേക്ക് മാറ്റി നമ്മുടെ ആങ്കർ വോളിയം പ്രൊഫൈൽ ഒന്ന് ഇട്ട് നോക്കാം. ആങ്കർ വോളിയം പ്രൊഫൈൽ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അത് പറയുന്നതനുസരിച്ചാണ് നമ്മൾ എൻട്രി വരുന്നത്. ഓക്കെ, നോക്കാം. ഇല്ല, ഒന്നും ആയിട്ടില്ല. ഇതിൻ്റെ മുകളിലേക്ക് ഇത് ക്ലോസ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒഴിവാക്കുന്നു. അടുത്ത DCAL എന്താ പറയണേ, DCALൻ്റെ കണ്ടീഷൻ ഒറ്റ നോട്ടത്തിന് പറയാം. DCAL ഒരു മാച്ചപ്പാണ്. DCAL ഞാൻ എൻട്രി എടുത്തിട്ട് സ്റ്റോക്കാട്ടത്. DCAL ഞാൻ ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കൺസിഡർ ചെയ്ത സ്റ്റോക്കാണ്. ഇത് ഓൾമോസ്റ്റ് നമ്മൾ വാല്യൂ ഹൈ ഏരിയയുടെ അടുത്താണ് നിൽക്കുന്നത്. എത്ര പ്രാവശ്യം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കി, ഇതിൻ്റെ പവർ എന്താണെന്ന് നോക്കി. ഇത് നോക്ക്, 1 2 3 പല പ്രാവശ്യം റെസ്റ്റ് എടുത്തിട്ട് താഴെ പോയി. ആ സ്റ്റോക്കിന് മുകളിലേക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം എല്ലാ മൂവിങ് ആവറേജും മുകളിൽ പോയി. അപ്പോഴാണ് സ്റ്റോക്ക് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലേക്ക് ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ എൻട്രി എടുക്കരുത് കേട്ടോ, ഒരിക്കലും നിങ്ങൾ പോയി. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻട്രി എടുക്കരുത്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യൂ കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എൻട്രി എടുത്താൽ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എൻട്രി ഓടിപ്പോയി എൻട്രി ചെയ്യുന്ന എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അല്ലാണ്ട് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. ഓക്കെ, വിട്ടേക്കാം. ഇനി പറഞ്ഞത് ഈ സ്റ്റോക്ക് നമ്മുടെ ഇടാൻ എന്തായാലും വേണം കേട്ടോ. DCAL. അടുത്ത വിമിത ലാബ്. ഫണ്ടമെൻ്റലി സൂപ്പർ കമ്പനി കേട്ടത് വിമിത ലാബ്. ഈ ഫാർമ കമ്പനിയാണ്, സൂപ്പർ കമ്പനിയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 ഇയർ ചാർട്ടിലേക്ക് ആഡ് ചെയ്യാം. എല്ലാ മൂവിങ് ആവറേജിന് മുകളിലാണ്, ബുള്ളി സ്റ്റോക്കാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിമിത ലാബിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ ഏരിയ ഹൈയുടെ മുകളിലാണ് നോക്കാം. ആണല്ലോ, വാല്യൂ ഹൈ ഏരിയയുടെ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയല്ലോ. സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആയി മുകളിൽ പോയി റീടെസ്റ്റ് ചെയ്ത് 20 MA മുകളിലാണ് നിൽക്കുന്ന എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് മിക്കവാറും ഞാൻ നാളെ വാങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ചാടിക്കറി വാങ്ങണ്ട. ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ബൈയിങ് റെക്കമെൻഡേഷൻ ആയിട്ട് ഞാൻ ഒന്നും പറയില്ല. ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന മെത്തേഡ് മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുള്ളൂ. ബാക്കി ചെയ്യണം നിങ്ങളാണ്, സ്റ്റഡി ചെയ്യണം നിങ്ങളാണ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്ന നിങ്ങളാണ്, എൻട്രി എടുക്കണം നിങ്ങളാണ്, പ്രൈസ് നിങ്ങളുടെയാണ്, ഹാർഡ് ഏൺഡ് മണി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്താണ്, ഇങ്ങനെയുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇത് എല്ലാ വീക്കിലും ഞാനത് ചെയ്യും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട് പേജ് എന്ന ആപ്പിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു പ്രീമിയം വെർഷൻ എനിക്ക് തോന്നുന്നത് 149 രൂപ കണ്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 കോടി രൂപയുടെ ക്യാപ്പിലിട്ട് വരും. അതിൽ നിങ്ങൾക്ക് ബൈയും സെല്ലും ചെയ്ത് പഠിക്കുക. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ബൈയും സെല്ലും ചെയ്ത് പഠിക്കുക. വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നുണ്ട്. അപ്പോൾ ഇത്ര സ്റ്റോക്കുകൾ ഞാൻ എൻ്റെ റഡാറിൽ വയ്ക്കും. ഈ സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. ഫ്രണ്ട്സിന് ഈ സ്വിംഗ് ട്രേഡിങ്ങിൽ ഒത്തിരി പേര് ഇപ്പോൾ ലോസ് ആയിക്കൊണ്ടിരിക്കണം. അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ മാത്രം കണ്ടൊരു സീക്രട്ടായിട്ട് വയ്ക്കരുത്. നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും വീഡിയോ എത്തിച്ചാൽ മാത്രമേ എനിക്ക് അതുകൊണ്ടുള്ള ഗുണമുള്ളൂ, നിങ്ങൾക്കും അതുകൊണ്ടുള്ള ഗുണമുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കളോ ചിലപ്പോൾ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഒക്കെ ട്രേഡ് ചെയ്യണ്ടാവും. അവരൊക്കെ ഹ്യൂജ് ലോസിലായിരിക്കും. അപ്പോൾ നമ്മളും അവരെ എന്തെങ്കിലും രീതിയിൽ അവരെ എന്താ പറയുക, അവർക്ക് വേറെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള വീഡിയോസ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള കണ്ടന്റ് എത്തിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എല്ലാ ആഴ്ചയും ഞായറാഴ്ചകളും നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, വീണ്ടും കാണാം.